ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള എനിക്കിഷ്ടമാണ്, പക്ഷെ അൺപാക്കിങ്ങും പാക്കിങ്ങും വലിയ ഇഷ്ടമല്ല. അത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ആരെങ്കിലും ചെയ്തെന്നാ സന്തോഷം, പക്ഷെ ഞാൻ തന്നെ ചെയ്യണമല്ലോ, എല്ലാവരുടെയും ഞാൻ തന്നെ ചെയ്യാറ്, അതിനെ നോക്കിയിട്ട് കാര്യമില്ല. ഈ ദുബായിന്ന് വരുമ്പോ നമ്മൾ ആദ്യം ചോദിക്കും എന്തൊക്കെ കൊണ്ടുവന്നു. മെയിൻ ആയിട്ട് ദുബായ് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക്, പിന്നെ കുറെ മരുന്നുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയ്ക്ക് നടുവേദനയ്ക്കൊക്കെയുള്ള മരുന്ന് അതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, മെയിൻ ആയിട്ട് ദുബായിന്ന് വന്ന ആൾക്കാർ വരാൻ ചോദിക്കുന്നത് എന്താ വാങ്ങിക്കൊണ്ട് വരാൻ ഇപ്പോഴും അന്നും ഇന്നും. എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല കേട്ടോ. എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറ് ഇന്നത് കൊണ്ടുവരുമെന്ന് പറയാറില്ല. ഇങ്ങനെ ബോഡി ലോഷൻസ്, പെർഫ്യൂംസ് അതൊക്കെ മാത്രമേ ചോദിക്കാറുള്ളൂ. വേറെ ഒന്നും അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടൊന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഇപ്പൊ ചോദിക്കാറില്ല. ഞാൻ ഇന്റർവ്യൂവിന് പറഞ്ഞ ശേഷം ആരോട് ചോദിക്കാറില്ല. ഒരു ഇന്റർവ്യൂ വെച്ചപ്പോ ഞാൻ പറഞ്ഞു ടൈഗർ ബാം എല്ലാവരും ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ ആരും ചോദിച്ചു. ഇതൊക്കെ നാട്ടിൽ സാധന, എന്നാലും ദുബായിന്ന് കൊണ്ടുവരുന്ന പ്രത്യേകതയാണെന്നാണ് ആൾക്കാരുടെ വിചാരം. നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ആണെന്നാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതാണ്. ഓക്കെ, ഞാനൊരു സെഗ്മെന്റിൽ പോവാ. ഞാൻ കുറച്ച് ഇമേജസ് കാണിക്കാം. എനിക്ക് അതിന്റെ ഒരു ഫോട്ടോ സ്റ്റോറി ഒരു ബോണ്ട് ഒന്ന് പറഞ്ഞാ മതി. ദൈവമേ, പേടിക്കണ്ട. പേടിയാണ് ചോദ്യം. എനിക്കെല്ലാം പേടിയാണ് ശരിക്കും. ഞാൻ ഭയങ്കര ആങ്സൈറ്റി ഉള്ള കൂട്ടത്തിലാണ്. ഭയങ്കര പേടിയാണ്. ഓക്കെ, ഇല്ല ഇത് രശ്മിക്ക് അറിയുന്ന ഒരാളുമായിട്ടുള്ള ഫോട്ടോ, വളരെ അടുത്ത. ഇത് ഞങ്ങളുടെ പഴയ വീട് മുഹേസ്ന എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് 8 വർഷം അവിടെയായിരുന്നു താമസിച്ചത് ഗിസൈസിൽ. അപ്പൊ അതിന്റെ ഒരു ടെറസ് ഉണ്ട്. ആ ടെറസിൽ ഞങ്ങൾ വാളിൽ സെറ്റപ്പ് ചെയ്ത സംബന്ധിച്ചിട്ട് കോവിഡ് സമയത്ത് എടുത്ത ഫോട്ടോ ആണത്. അപ്പൊ ഞങ്ങൾ തന്നെ ട്രൈപോഡ് സെറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ വേറെ ഒന്നും ചെയ്യല്ല വീട്ടിൽ. പുറത്തുനിന്ന് ഒരാൾ വേണ്ട, എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങൾ ബാലേന്ദ്രമേനാണ്, എല്ലാം നമ്മൾ തന്നെ ചെയ്യും. അപ്പം മുൻചേട്ടന്റെ കാലത്ത് മുൻചേട്ടൻ അല്ലെങ്കിൽ ഞാനാണ് കുക്ക് ചെയ്യുക. അപ്പൊ കോവിഡ് സമയത്ത് എന്തായിരുന്നു വെച്ചാൽ മുൻചേട്ടൻ കുക്ക് ചെയ്യണം. അപ്പൊ മുൻചേട്ടൻ വീട്ടിലാകെ 2 മാസം വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പൊ കാലത്തിന്റെ ചിക്കൻ മഞ്ചൂരിയൻ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. പിന്നെ കുറെ മാജിക് ട്രിക്ക് പഠിക്കും. അപ്പൊ ഇതൊക്കെ ചെയ്തതിന്റെ സമയം ഇഷ്ടം പോലെ കിടക്കുക. അപ്പൊ നമ്മൾ എഴുതുന്ന ഫോട്ടോ എടുത്ത് കളിക്കാന്ന്, അങ്ങനെ എടുത്ത ഫോട്ടോ ആണത്. അടിപൊളി. വിജയൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? വിജയന് മാഗി നൂഡിൽസ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും. മാഗി നൂഡിൽസ് വെച്ചാൽ ചിക്കൻ ഒക്കെ ഇട്ട് ഒരു മസാല ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി തരും. ഭയങ്കര ടേസ്റ്റാ, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കുന്നതിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ബിരിയാണി, ഒരു സാൻസിബാർ ബിരിയാണി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കും. വൈൽഡ് റൈസ്, ബ്ലാക്ക് റൈസ് വെച്ചിട്ട് അതും ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്. പിന്നെ എന്റെ മാന്തൽ വറുത്തത് ഇഷ്ടമാണ്. മാന്തൽ അത് കുഞ്ഞു മാന്തൽ കേട്ടാ, വലിയ മാന്തലല്ല, ഇത്രേ ഉള്ളൂ. അപ്പൊ ഒറ്റ കടിക്ക് തിന്നാൻ പറ്റും. അങ്ങനത്തെ മാന്തൽ അതൊക്കെ ഇഷ്ടമാണ്. ഫുഡ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞങ്ങളുടെ വീട്ടിലത്തെ ഘടകം, മെയിൻ ഘടകമാണ് ഫുഡ്. കല്യാണത്തിന് മുമ്പ് ഈ ഭക്ഷണം ഞാനായിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ ഒട്ടും ഫുഡി ആയിരുന്നില്ല. ഞാൻ കിട്ടിയത് എന്തെങ്കിലും കഴിച്ച് ജീവിച്ചു പോകുന്ന ആ ഒരു ടൈപ്പായിരുന്നു. മുൻചന്റെ കൂടെ കൂടിയിട്ടാണ് എല്ലാ ക്യൂസീൻസും പോയി ട്രൈ ചെയ്യാനും, ഇവിടെ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് അത് പോയി ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അത് കഴിച്ചു നോക്കിയിട്ട് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെയൊക്കെ തുടങ്ങിയത് മുൻചന്റെ കൂടെ കൂടിയ ശേഷം. ഇപ്പൊ നിങ്ങൾ സെലിബ്രിറ്റീസ് ഒരു കടയിൽ പോയി ഇന്ന ഫുഡ് കഴിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ പോലെ ആളുകളൊക്കെ പോയിട്ട് കഴിക്കാനായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ കഴിച്ചിൽ വെച്ചിട്ട് മസ്റ്റ് ആയിട്ടും ഇന്ന സ്ഥലത്ത് പോയി കഴിക്കണം അങ്ങനെ തോന്നുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ടാവും. എനിക്കിപ്പോ ഏറ്റവും ഇപ്പൊ ദുബായിൽ ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് നാട്ടിൽ അറിയില്ല, ദുബായിൽ ചോദിക്കുകയാണെങ്കിൽ കഞ്ഞിക്കടയിലത്തെ കഞ്ഞി നല്ല ടേസ്റ്റ് ആണ്. തൈര് കഞ്ഞി എന്ന് പറഞ്ഞ് കിട്ടും, അത് നല്ല ടേസ്റ്റ് ആണ്. അതിന്റെ കൂടെ കുറച്ച് കപ്പ, പയറ്, അച്ചാറ്, ഉണക്കമീൻ ഇതൊക്കെ വെച്ചിട്ട് തരും. ഭയങ്കര ടേസ്റ്റ് ആണ്. അതിന്റെ കൂടെ കക്ക നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും തരും. അതും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. അതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു കംഫർട്ട് ഫുഡാണ്. ഇപ്പൊ പനിയൊക്കെ വന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ പറയും എന്നൊന്ന് കഞ്ഞിക്കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കഴിച്ചിട്ട് വരും. ഭയങ്കര ടേസ്റ്റ് ആണ്. വയറും നിറയും, ആരോഗ്യം നന്നാണ്, എല്ലാം നല്ലതാണ്. കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിക്കാൻ തോന്നില്ലേ? അത് രസമായിട്ട് പറയുകയും ചെയ്യും.